അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അതുപോലെ കുഞ്ഞികൾ തേളിയിട്ട് കയറിയിരിക്കുന്നുണ്ട്. ഭയങ്കര പുന്നാരവും കുഞ്ചലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉറക്കം വന്നിട്ട് ചെക്കൻ അന്ന് കിടന്ന് ഉറങ്ങിക്കൂല, അതും ഈ കുന്തത്തിൽ കയറി നടക്കും. ഇന്നാണെങ്കിൽ ഭയങ്കര വിഷമവും സങ്കടവും ഒരു ഉത്സാഹക്കുറവും എല്ലാം ഉള്ള ദിവസമാണ്. വേറെ ഒന്നുമല്ല, ഹസ്ബൻഡിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോവുക, ജോലിക്ക് കയറാൻ പോവാണ്. കയറുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നവിടെ നാളെ ആവട്ടെ എന്നും പറഞ്ഞ് നീട്ടിയിട്ട് കൊണ്ടുപോയി ലാസ്റ്റ് ആ പോകേണ്ട ഡേറ്റ് ആയി. അപ്പോൾ ഇന്ന് നമുക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും താളിക്കണം. ഇന്നിപ്പോൾ എന്തുണ്ടാക്കിയാലും കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല, എന്നാലും കൊടുക്കാമെന്നുള്ളൊരു അല്ലെങ്കിൽ കഴിക്കട്ടെ എന്നുള്ളൊരു ആശ്വാസം സമാധാനം മാത്രം കേട്ടോ. ഉണക്കമീൻ കുറച്ച് അമ്മച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തന്നുവിട്ടതാണേ. അപ്പോൾ ഏട്ടന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അത് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അത് പാക്ക് ചെയ്യണം. അതിനിടയ്ക്ക് ദേ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഷോ എന്ത് ചെയ്യും പോകണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കണേ. അപ്പോൾ കപ്പ നല്ലോണം വെന്തോണ്ട് നല്ല എന്താ പറയുന്നത്, കപ്പ പുഴുക്കില്ലേ, അതിൻ്റെ കൂടെ കഴിക്കാൻ ഞണ്ട് കറിയുണ്ട്, പീച്ചിങ്ങ കറി പിന്നെ ഉച്ചക്കത്തേക്കാണ്, നേരത്തെ ആയതുകൊണ്ട് ഇതൊക്കെ മമ്മിയായിട്ട് ഉണ്ടാക്കിയ. റൂമിൽ ചെക്കനും ഡാഡിയും കൂടി നല്ല കളിയിലായതുകൊണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര ശോകം സീനാണിത്. അപ്പം നമുക്ക് 6 മണിക്കാണ് പോകാനുള്ളത് കേട്ടോ. 5 മണി വരെ ഒരു സാധനം പാക്ക് ചെയ്തിട്ടില്ല, വാങ്ങിക്കാനുള്ള ഒന്നും ചെയ്തിട്ടില്ല. ആ 5 മണി ലാസ്റ്റ് 1 മണിക്കൂർ മുന്നെയാണ് നമ്മൾ സാധനങ്ങൾ വരെ മേടിക്കാൻ പോയേക്കണത്. എന്തായാലും സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊരു ഓട്ടപ്പാച്ചിലാണ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞത്. പാക്ക് ചെയ്തപ്പോൾ പകുതി സാധനങ്ങൾ കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പീസ് നോക്കിയൊക്കെ പറഞ്ഞെങ്കിൽ ഉള്ളിൽ നല്ല വിഷമം ഉണ്ട് കേട്ടോ ആൾക്ക്. പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പറയണേ, ഈ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ബോർഡ് കാണുമ്പോൾ ഒരുമാതിരി ഉള്ളിൽ നിന്ന് ഒരു നെഞ്ചിൽ കത്തലാണെന്ന്. അതിന് ഒട്ടുമിക്ക എല്ലാ പ്രവാസികൾക്കും ഉണ്ടാവും ഞാൻ വിചാരിക്കും. ഞങ്ങൾ പിന്നെ അധികം നാളിങ്ങനെ നീണ്ട് കാണാതിരിക്കൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷം തന്നെ ആയിട്ട് 3 പ്രാവശ്യം വന്ന് അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒന്നും അധികം ഫീൽ ചെയ്യാറില്ല. എന്നാലും എല്ലാ ദിവസവും ഉള്ളതിൻ്റെ ആ ഒരു സുഖം കിട്ടില്ലല്ലോ, ആ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞിക്കിൽ ഇതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ നല്ല കളിയാണ്. ഇനി കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കില്ല, ചിലപ്പോൾ അപ്പനോട് പോകാൻ സമ്മതിക്കുമൊന്നുമില്ല കേട്ടോ. ഏട്ടൻ അങ്ങനെ തന്നെയാണ്, അവൻ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കുന്നില്ല. അപ്പം മമ്മി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏട്ടാ പ്രാർത്ഥിക്കണം കേട്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ ആന്നൊക്കെ തലയും മുള്ളിലുണ്ട്, എന്നാലും ശ്രദ്ധ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നു കേട്ടോ. അവനെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യണത്, എന്നെ മിസ് ചെയ്യണത്, എല്ലാവരെയും വീട്ടുകാരെ അപ്പനെ എല്ലാവരും മിസ് ചെയ്യണതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ആളുടെ മൈൻഡ് തന്നെ വേറെ എവിടെയൊക്കെയാണ് കേട്ടോ. ആ പോവാനുള്ളതിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മളവിടെ തന്നെ നിന്ന്. ബാക്കി എല്ലാവരും ഒക്കെ കുറച്ച് നേരത്തെ അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ ലാസ്റ്റ് ആണ്ട പോയത്, അത്രയും നേരം കൂടി നിങ്ങളുടെ അടുത്ത് നിൽക്കാമല്ലോ എന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ്